കർത്താവിൻ്റെ പെസഹ രഹസ്യങ്ങളെക്കുറിച്ച് നാം ആഴമായി ധ്യാനിക്കുന്ന ഈ വിശുദ്ധ വാരത്തിൽ ഞാൻ കൂടെ ആയിരിക്കുവാൻ ആഗ്രഹിക്കുന്ന സുവിശേഷത്തിലെ മനോഹരമായ ഒരു വ്യക്തിത്വമുണ്ട്. മഗ്ദലന മറിയം. പ്രത്യേകിച്ച് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ വർണ്ണചിത്രമാണവൾ. ഏകമനസ്കതയോടെ ഈശോയെ സ്നേഹിച്ച, മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ഒരു സ്നേഹം കൊണ്ട് ഈശോയ്ക്ക് വിശ്വസ്തമായ സ്നേഹം കൊടുത്ത അതിമനോഹരമായ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഗ്ദലന മറിയം. അതുകൊണ്ട് അവളോടൊപ്പമായിരുന്നു ഈ വിശുദ്ധ ദിനങ്ങൾ ധ്യാനിക്കുവാൻ, ഈശോയുടെ രക്ഷാകര രഹസ്യങ്ങൾ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ആഗീരണം ചെയ്തെടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ ഏറ്റവും ആദ്യത്തെ വാചകം തന്നെ എത്രയോ അഗാധമായ രഹസ്യങ്ങളാണ് നമുക്ക് പറഞ്ഞു തരിക. ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ഈശോയുള്ള അവളുടെ സ്നേഹത്തിന് പ്രതിബന്ധങ്ങളൊന്നുമില്ല, ആരെയും ഭയമില്ല. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവകുടീരത്തിങ്കിലേക്ക് നടന്നു വരുന്ന, ശവകുടീരത്തിങ്കൽ ഈശോയ്ക്കൊപ്പമായിരിക്കുവാൻ ആഗ്രഹിക്കുന്ന മഗ്ദലന മറിയം. എൻ്റെ മനസ്സ് അങ്ങ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ തുടക്കത്തിലേക്ക് പോവുകയാണ്. അവിടെ പറയുന്നത് പ്രപഞ്ചത്തിന്മേൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, കർത്താവിൻ്റെ ചൈതന്യം ആഴിക്കുമീതെ ചലിച്ചുകൊണ്ടിരുന്നു. 1-ാം ദിവസം, സൃഷ്ടിയുടെ 1-ാം ദിവസം ദൈവം പ്രകാശത്തെ സൃഷ്ടിക്കുന്നു. 1-ാം ദിവസം. ഇവിടെ ആഴ്ചയുടെ 1-ാം ദിവസം ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവകുടീരത്തിങ്കിലേക്ക് കടന്നു വരുന്ന മഗ്ദലന മറിയം. ഇരുളിനെ ക്രമപ്പെടുത്തുന്ന, ഇരുട്ടിൽ നിന്ന് പ്രകാശത്തെ വേർതിരിക്കുന്ന, പ്രകാശത്തിൻ്റെ സ്രഷ്ടാവായ ദൈവത്തെ ഉത്ഥിതനിൽ നാം കണ്ടെത്താൻ പോവുകയാണ്. അവിടുന്ന് പ്രകാശമാണ്. ഉത്ഥിതൻ്റെ വസ്ത്രങ്ങളും ഉത്ഥിതൻ്റെ കബറിടത്തിന് കാവലിരിക്കുന്ന ദൂതന്മാരുടെ വസ്ത്രങ്ങളുമെല്ലാം പ്രതീകാത്മകമായി സൂചിപ്പിക്കുന്നത് ആ പ്രകാശമാണ്. ആ പ്രകാശം ഹൃദയത്തിൽ ഏറ്റുവാങ്ങുവാൻ ഏകമനസ്കതയുള്ള സ്നേഹത്തിനുടമയായ മഗ്ദലനായ്ക്ക് സാധിക്കുന്നു. അവൾ അടുത്തേക്ക് വരുമ്പോൾ ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നതായി കാണുകയാണ്. ഉടനെ അവൾ ഓടുകയാണ്. ശിഷ്യപ്രധാനനായ പത്രോസിൻ്റെയും ഈശോ സ്നേഹിച്ച യോഹന്നാൻ്റെയും പക്കലേക്ക് ചെല്ലുന്നു. ശിഷ്യന്മാരോട് അവൾ പുലർത്തിയിരുന്ന ആ കൂട്ടായ്മ, ഈശോയുടെ ശിഷ്യസംഘത്തോട് അദമ്യമായ സ്നേഹവും കൂട്ടായ്മയും പുലർത്തിയിരുന്ന മനോഹരമായ ഒരു വ്യക്തിത്വത്തിനുടമയാണ് മഗ്ദലന മറിയം. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടു, അവർ നമ്മുടെ കർത്താവിനെ എടുത്തുകൊണ്ട് പോയി എന്ന് മറിയം അവരോട് പറഞ്ഞപ്പോൾ പത്രോസും യോഹന്നാനും ഒരുമിച്ച് ഓടി വരികയാണ്. യോഹന്നാൻ പത്രോസിനേക്കാൾ മുൻപേ ഓടി കബറിടത്തങ്ങൾ വന്നു, കുനിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈശോയുടെ തിരുശരീരം പുതപ്പിച്ചിരുന്ന കച്ച അവിടെ കിടക്കുന്നത് യോഹന്നാൻ കാണുകയാണ്. പക്ഷെ അദ്ദേഹം കബറിടത്തിൽ പ്രവേശിക്കുന്നില്ല. പത്രോസ് പിന്നാലെ വന്ന് കബറിടത്തിനുള്ളിൽ പ്രവേശിക്കുന്നു. ഈശോയുടെ തിരുക്കച്ച കാണുന്നു. അവൻ്റെ തലയിൽ കെട്ടിയിരുന്ന തുവാല ചുരുട്ടി ഒരു സൈഡിൽ വച്ചിരിക്കുന്നതും കാണുന്നു. പക്ഷേ അവർ മടങ്ങിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഉത്ഥാനത്തിൻ്റെ വലിയ അടയാളങ്ങളാണ് ഈ ശിഷ്യപ്രധാനരെ ദൈവം കാണിച്ചത്. പക്ഷേ അടയാളങ്ങൾ റിയൽ സിംബൽസായി ഈ വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് കടക്കുന്നില്ല. അവർ കബറിടം കണ്ട് മടങ്ങിപ്പോകുന്നു. എന്നാൽ മഗ്ദലന മറിയം, അവിടെയാണ് അവൾ വ്യത്യസ്തയാകുന്നത്. അവൾ കബറിടത്തിനു വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു.
ഈശോയോടുള്ള സ്നേഹം അത് നിലയ്ക്കാത്തൊരു ഗാനം പോലെ അവളുടെ ഹൃദയത്തിൽ അവൻ ജീവിച്ചിരുന്നപ്പോഴും അവൻ്റെ പീഡാസഹനത്തിലും അവൻ്റെ മരണത്തിലും അവൻ്റെ സംസ്കാരത്തിനു ശേഷവും അവളിൽ നിന്ന് ആ സ്നേഹം നിർഗളിക്കുകയാണ്. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ 2 ദൂതന്മാർ, ഒരാൾ ഈശോയുടെ തിരുശരീരം വെച്ചിരുന്ന അവൻ്റെ തലയ്ക്കലും മറ്റേയാൾ കാൽക്കലുമായിരിക്കുന്നത് അവൾ കാണുന്നു. സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത് എന്നവർ ചോദിക്കുമ്പോൾ എത്ര സ്നേഹത്തോടെയാണ് അവൾ മറുപടി പറയുന്നത്. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. നിങ്ങൾക്കറിയാമെങ്കിൽ എന്നോട് പറഞ്ഞു തരിക, ഞാൻ പോയി എടുത്തുകൊള്ളാം. ഇത് പറഞ്ഞിട്ട് അവൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈശോ നിൽക്കുന്നത് കാണുകയാണ്. പക്ഷേ അവൾ ഈശോയെ തിരിച്ചറിയുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഏക മകനെ തനിക്കായി ബലിയർപ്പിക്കുവാൻ ദൈവപിതാവ് ആവശ്യപ്പെട്ടപ്പോൾ മകനെ ബലിപീഠത്തിൽ ബന്ധിച്ച് കിടത്തിയ അബ്രാഹാം പിന്തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിലൊരു കുഞ്ഞാടിനെ കാണുന്നുണ്ട്. കുട്ടിയെ കൊല്ലുവാൻ വേണ്ടി കത്തി ആഞ്ഞു വീശുന്ന അബ്രാഹത്തോട് മകനെ ഒന്നും ചെയ്യരുത് എന്നുള്ള ദൈവസ്വരം കേൾക്കുന്ന അവസരത്തിലാണ് അദ്ദേഹം പിന്തിരിഞ്ഞു നോക്കുന്നത്. അവിടെ മുള്ളുകൾക്കിടയിൽ ഒരു കുഞ്ഞാടിനെ അബ്രാഹാം കാണുന്നു. ഇവിടെ മറിയം മഗ്ദലന പിന്തിരിഞ്ഞു നോക്കുമ്പോൾ മരണത്തെ തോൽപ്പിച്ച് ഉയിർത്തെഴുന്നേറ്റ ഈശോ നിൽക്കുന്നത് കാണുകയാണ്. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് മറിയം മഗ്ദലന അദ്ദേഹത്തോട് ചോദിച്ചു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ പോയി എടുത്തുകൊള്ളാം. ഈശോയ്ക്ക് ആ സ്നേഹത്തിന് മുൻപിൽ തോൽക്കേണ്ടി വന്നു. മറിയം എന്ന സ്വതസിദ്ധമായ സ്വരത്തിൽ, സ്നേഹഭാവത്തിൽ ഈശോ അവളെ വിളിക്കുകയാണ്. റബ്ബോനി എന്നുള്ള അവളുടെ ആ പ്രത്യുത്തരത്തിൽ എത്രയോ വലിയ സ്നേഹമാണ്. സകല ദുഃഖങ്ങളും മറക്കുന്ന സ്നേഹമാണ് നാം കാണുക. ഈശോ അവളോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിൻ്റെ പക്കലേക്ക് കരേറിയിട്ടില്ല, അതിനാൽ നീ എന്നെ തടഞ്ഞു നിർത്താതിരിക്കുക. പ്രിയപ്പെട്ടവരെ, നാം കൂദാശകൾ ആഘോഷിക്കുമ്പോൾ, പരികർമ്മം ചെയ്യുമ്പോൾ അടയാളങ്ങളിലൂടെയാണ് ദൈവത്തോട് നാം സംസാരിക്കുന്നത്. എന്നാൽ കർത്താവ് നമ്മളോട് പറയുകയാണ്, അടയാളങ്ങൾ, ഈ സ്വർഗീയ അടയാളങ്ങൾ, ഈ റിയൽ സിംബൽസ് നമ്മെ സ്വർഗത്തിലേക്ക്, സ്വർഗീയ യാഥാർത്ഥ്യങ്ങളിലേക്ക് നയിക്കണം. ഈശോ അവൾക്ക് ഒരു മാൻഡേറ്റ് നൽകുകയാണ്. നീ പോയി എൻ്റെ സഹോദരന്മാരോട്, ഞാൻ എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും, എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ പിതാവിൻ്റെയും പക്കലേക്ക് കരയേറുന്നുവെന്ന് എൻ്റെ സഹോദരന്മാരോട് പറയുക. മറിയം പോയി ഈശോ പറയുന്നത് പോലെ ചെയ്യുന്നു. വലിയൊരു പ്രേക്ഷിതയായി തീരുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വാരം നമ്മളിൽ വരുത്തേണ്ട മാറ്റം ഇതുതന്നെയാണ്. ഇന്ന് ദുഃഖ ശനിയാഴ്ച എന്ന് നാം പറയുന്ന ദിനമാണ്. ഈശോയുടെ മരണത്തിന് ശേഷം അദ്ദേഹത്തെ, അവിടുത്തെ സംസ്കരിച്ചതിൻ്റെ ഓർമ്മ, അവിടുത്തെ ഉത്ഥാനത്തിനു വേണ്ടിയുള്ള വലിയ പ്രതീക്ഷ. ഇവിടെ നിങ്ങളും ഞാനും ഇരിക്കുന്നത് തുറന്ന ഈശോയുടെ കല്ലറയുടെ മുൻപിലാണ്. മാർത്തോമാ സ്ലീവ എന്ന് നാം അഭിസംബോധന ചെയ്യുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായ ആ മാർ സ്ലീവായെപ്പറ്റി ഇന്നേ ദിനം ധ്യാനിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്.